വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ ആധാർ കാർഡ് രേഖയായി പരിഗണിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇലക്ടറൽ ഓഫീസർമാരുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 11 രേഖകൾക്ക് പുറമെയാണ് ആധാറും പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ച 11 രേഖകൾക്ക് പുറമെ ആധാർ കൂടി പരിഗണിക്കാം എന്നുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ? നിലിമ, ബീഹാറിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം, ഒപ്പം രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ വോട്ടർ പട്ടികയിൽ നടത്തുന്ന പരിഷ്കരണ നടപടികളെക്കുറിച്ച് ആലോചിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇലക്ടറൽ ഓഫീസർമാരുടെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തു. തുടർന്നാണ് ഉദ്യോഗസ്ഥർക്ക് ആധാർ കാർഡും രേഖയായി പരിഗണിക്കാമെന്ന നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. നിലവിൽ 11 രേഖകൾ ഈ തീവ്ര പരിഷ്കരണത്തിന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പരിശോധിക്കാം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. അതിന് പുറകെയാണ് ഈ ആധാർ കാർഡും രേഖയായി പരിശോധിക്കാം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ കോടതി ഈ കേസ് വിശദമായി പരിശോധിക്കുമ്പോഴും ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയല്ല എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ പോലും തീവ്ര പരിഷ്കരണ നടപടികൾക്ക് വോട്ടർ പട്ടിക കാര്യക്ഷമമാക്കുന്നതിനും കുറ്റമറ്റതാക്കുന്നതിനുമുള്ള പരിഷ്കരണ നടപടികൾക്ക് ആധാർ കാർഡ് കൂടി പരിഗണിക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി വെച്ചിരുന്നു. തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായ കൂടിയാലോചന നടത്തിയിട്ടുള്ളത്. ആധാർ കാർഡും മറ്റ് 11 രേഖകൾക്കൊപ്പം ആധാർ കാർഡും തീവ്ര പരിഷ്കരണ നടപടിയിൽ പരിശോധിക്കാം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ബീഹാറിൽ നടത്തിയിട്ടുള്ള തീവ്ര പരിഷ്കരണത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടവകാശമില്ലാത്ത അനധികൃതമായി വോട്ടർ പട്ടികയിൽ എത്തിയിട്ടുള്ള നിരവധി ആളുകളെയാണ് പുറത്താക്കിയിട്ടുള്ളത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം, തമിഴ്നാട്, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും തുടർന്ന് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിന്, അതായത് വോട്ടവകാശമുള്ള മുഴുവൻ പൗരന്മാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും അനധികൃതമായി വോട്ടവകാശം നേടിയവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതിനുമുള്ള തീവ്ര പരിഷ്കരണ നടപടി നടത്തും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ബംഗാളിൽ ഉൾപ്പെടെ മമതാ ബാനർജി സർക്കാർ ഉൾപ്പെടെ അതിനെ എതിർക്കുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ബംഗാളിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് വോട്ടവകാശം നൽകി മമത സംരക്ഷിക്കുകയാണ് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ആധാർ കാർഡും പരിശോധിക്കാം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്.